വണക്കം. കൂലി, ലോകേഷ് കനകരാജ്. അല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഈ രണ്ടുപേരും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചാർജ് ആണല്ലേ. ആക്ഷൻ ഡ്രാമ സിനിമകൾക്ക് പേര് കേട്ട സംവിധായകനായ ലോകേഷും ഏത് മാസം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സ്റ്റാറും. ഇവ രണ്ടുപേരും ഒരുമിച്ച് പടത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ പ്രതീക്ഷകളേറെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടേതായിട്ടുള്ള പ്രത്യേക ഫോർമുലയിൽ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത് 2-3 വട്ടം ആയിക്കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് ലോകേഷിൻ്റെ കാര്യത്തിൽ LCU പോലുള്ളൊരു മൂവി സീരീസ് തന്നെ കയ്യിലുള്ളപ്പോഴത്തേക്കും അതേ സെയിം ഫോർമുല, അതേ സെയിം ടെംപ്ലേറ്റ് ഒരു സ്റ്റാൻഡ് ലോൺ പടത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീരെ വർക്കായെന്ന് വരില്ല. ലോകേഷിൻ്റെ തന്നെ മുൻ സിനിമകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ഒരു 1 ലൈനായിട്ട് പറയാൻ പറ്റിയ സ്റ്റോറീസ് ഉണ്ടാവുള്ളൂ. പക്ഷേ സ്ക്രീൻ പ്ലേ പുള്ളി ചെയ്യുന്നൊരു മാജിക് ഉണ്ട്. അതാണ് ആ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മളെ ഗ്രിപ്പിംഗ് ആക്കി അവിടെ പിടിച്ചിരുത്തുന്നത്. അതിൻ്റെ ഒരു 10% പോലും ഈ പടത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ ഓൾറെഡി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റിയൊരു സ്ക്രീൻ പ്ലേ. എവിടെന്നോ തുടങ്ങി എങ്ങനെയോ പോയി ആ വഴി എങ്ങനെ പോയത്. പിന്നെ പൊതുവേ സംവിധായകരുടെ ടച്ച് അവരുടെ സിനിമകളിലുണ്ടാവുമല്ലോ. എനിക്കത് ഈ സിനിമയിൽ കാണാൻ പറ്റിയത് ആകെ 2 സീനിലാണ്. എനിക്ക് പേഴ്സണലി വർക്കായതും ആ 2 സീനാണ്. ഒന്ന്, ഒരു ലേഡീസ് ഹോസ്റ്റൽ ഫൈറ്റ് സീനുണ്ട്. കുറച്ചൊരു കോമിക്കലായിട്ട് എന്നാൽ ഒരു നല്ലൊരു വൃത്തിക്കുള്ളൊരു ഫൈറ്റൊക്കെ ആയിട്ട് ഒരു ഫൈറ്റ് സീൻ, അതെനിക്ക് വർക്കായി. പിന്നെ ഉപേന്ദ്രയുടെ ഇൻട്രോ സീൻ. ഇത് രണ്ടുമാണ് വാവ് മാസ് കൊള്ളാം എന്ന് തോന്നിയ 2 സീൻ. ബാക്കിയൊക്കെ ഫ്ലാറ്റ്, അടിമുടി ഫ്ലാറ്റ്. ഈ സിനിമ തുടങ്ങി കുറച്ചാകുമ്പോഴത്തേക്കും ഇതാരോ ലോകേഷിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത്രയും സ്റ്റാർസിനെ ഒരുമിച്ച് ഡേറ്റ് കിട്ടിയപ്പോഴത്തേക്കും അവരെങ്ങനെയെങ്കിലും കുത്തി നിറയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത പോലെയൊക്കെ ആണ് ഇടയ്ക്ക് തോന്നാറ്. പിന്നെ സിനിമയുടെ നെഗറ്റീവും അത് തന്നെയാണ്. കാരണം ഇത്രയും സ്റ്റാർസിനെയൊക്കെ അതിനകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാവുന്നതുകൊണ്ട് അവരെങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. അതൊന്നും കാണാഞ്ഞുകൊണ്ട് ഒരു ഡിസപ്പോയിൻമെൻ്റ് അവിടെ ഉണ്ടായി. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇത്രയും സ്റ്റാർഡ് ഉള്ള ആൾക്കാരില്ലാണ്ട് ഒരു വേറൊരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ്ഫുൾ ആയാനെന്ന് എനിക്ക് തോന്നുന്നു. പിന്നത്തെ ഒരു കാര്യം, ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് A സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇതിനേക്കാളും ബ്രൂട്ടാലിറ്റി ലിയോയിലുണ്ട്. പിന്നെ വയലൻസ് കാണിക്കണം എന്നുള്ള സീനുകളിലൊക്കെ അവരത് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുക, അവിടെ ഒന്നും കാണിക്കൊന്നും കൂടിയില്ല. പിന്നത്തെ കാര്യം, ലോകേഷ് പറഞ്ഞൊരു കാര്യം, ഈ സിനിമയുടെ ഇൻ്റർവെല്ലിൽ നിങ്ങൾ സീറ്റിലിരിക്കില്ല എന്ന്. ഞാനും ഇരുന്നില്ല, മുകളിൽ പോയതാണ്. പക്ഷേ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇരിപ്പിരുന്നു. ഇതെന്താ ഇപ്പം കണ്ടേന്നുള്ളൊരു മൈൻഡിൽ. കാരണം ലോകേഷിൻ്റെ ഫിലിമോഗ്രഫിയിൽ ദ വീക്കസ്റ്റ് ഇൻ്റർവെൽ എന്ന് ഞാൻ പറയുള്ളൂ. വെറുതെ വലിച്ചു നീട്ടി ഒരു ഇമ്പാക്റ്റും തരാത്തൊരു ഇൻ്റർവെല്ല്. റെട്രോ സോങ്സിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. പുള്ളിയുടെ പടങ്ങളിലൊരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളൊരു കാറ്റഗറിയാണ് ഈ റെട്രോ സോങ്സ്. ഇവിടെ അതിൻ്റെ പ്ലേസ്മെൻറ്റും ശരിയല്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല, ഒരു ഫീലും ഇല്ല, ഒരു സിങ്കും ഇല്ല. മെയിനായിട്ട് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് തന്നെയാണ് വീക്ക്. ഒരു സച്ച് ലേസി ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണത്. ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്. എങ്ങും ഒരു കംപ്ലീഷൻ ഇല്ല, കംപ്ലീറ്റ് അല്ല. ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് എവിടെയോ നിർത്തിയിട്ട് പിന്നെ വേറെ എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനൊരു ധാരണയിൽ ഒരു വ്യക്തതയില്ല. അത് നല്ലോണം ഇതിൻ്റെ ഫുൾ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അത് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഈ പടത്തിൻ്റെ നെഗറ്റീവ് ഇനി വരാൻ പോകുന്ന LCU പടങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അത് വേറെ ഇത് വേറെ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇസ് സംതിങ് ബിഗർ ആൻഡ് വൈഡ്. ഇതുപോലെയല്ല. ഒരു കണക്കിന് അത് നല്ലതാണ്. ആൾക്കാർ അതിന് ഒരു ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ വയ്ക്കുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. ലിയോയിൽ ഏറ്റവും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻ. ഇതിൽ ഫ്ലാഷ് ബാക്ക് സീൻ വാസ് മച്ച് ബെറ്റർ. അത് ഒരു സെക്കൻഡ് ഹാഫ് ഫുള്ള് ലെങ്ത്തിൽ കാണിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ നല്ലതായിരുന്നേനെ. പക്ഷെ അത് ശരിയാവില്ല. കാരണം ആ ഡി-ഏജിങ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടും.
സോ ആസ് എ ലോക്കി ഫാൻ ബോയ് ഇനിയുള്ള പടങ്ങളിൽ ഐ ആം സ്റ്റിൽ ഹോപ്പിംഗ് ഫോർ സംതിങ് മച്ച് ബെറ്റർ. കാരണം ഇനി വരാൻ പോകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ LCUവിൻ്റെ അണ്ടറിലാണ്. അപ്പം ഇതിൽ നിന്നുള്ള ഡ്രോബാക്സും നെഗറ്റീവ്സൊക്കെ വെച്ചിട്ട് അതിലിനി കിടന്ന് ഉരുളാണ്ട് അവിടെ കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും. അണ്ണാ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കണ. ഒരു നായികയോ പാട്ടോ ഇല്ലാണ്ട് പടം എടുത്ത ആളാണ് നിങ്ങൾ. ഇതിനൊരു ബിസിനസ്സായിട്ട് കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ടെറിട്ടറിയുടെ അകത്തോട്ട് ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. വി ട്രസ്റ്റ് യു, അത് മനസ്സിലാക്ക്. അപ്പോൾ വീണ്ടും സന്ധിക്ക് വരേക്കും ഗുഡ് ബൈ.